നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ വീഡിയോ ചെയ്യാൻ. കാരണം ഇന്ത്യ മഹാരാജ്യം ഇനി ഭരിക്കാൻ പോകുന്നത്, അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയല്ല, CPM ആണ്. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി. കാരണം ചുറുചുറുക്കുള്ള കുറച്ച് യുവാക്കൾ CPM-ൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മത്സരിക്കുന്നു. അവർ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യം ഇതുവരെയുള്ള എല്ലാ അൽക്കുൽത്തുകളുമൊക്കെ മാറി കേരളം കഴിഞ്ഞ 8-8.5 വർഷം കേരളം എങ്ങനെയാണോ സമൃദ്ധിയിലേക്ക് കുതിച്ചത് അതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യം കുതിക്കാൻ പോകുന്നു. ഇതുവരെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറ്റി ചുറുചുറുക്കുള്ള യുവാക്കളെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറക്കി സ്ഥാനാർത്ഥികളായി ഇറക്കിയിട്ടുള്ള പാർട്ടി നേതൃത്വത്തിന് അഭിനന്ദിച്ചാൽ മതിയാവില്ല, എത്ര അഭിനന്ദിച്ചാൽ മതിയാവില്ല. നമുക്കൊന്ന് നോക്കാം നമ്മുടെ സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികളുടെ വയസ്സും. പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്ന തോമസ് ഐസക് 72 വയസ്സ്. അതുപോലെ കാസർഗോഡ് നിന്ന് ബാലകൃഷ്ണൻ 80 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. കൊല്ലം മുകേഷ് 67 വയസ്സ്. കോഴിക്കോട് എളമരം കരീം 71 വയസ്സ്. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ 78 വയസ്സ്. കണ്ണൂരിൽ MV ജയരാജൻ 65 വയസ്സ്. വടകര KK ശൈലജ 68 വയസ്സ്. ചാലക്കുടി രവീന്ദ്രനാഥ് 61 വയസ്സ്. പൊന്നാനി KS ഹംസ 66 വയസ്സ്. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ 61 വയസ്സ്. പാലക്കാട് A വിജയരാഘവൻ 67 വയസ്സ്. ആലപ്പുഴ AM ആരിഫ് 61 വയസ്സ്. വയനാട് ആനി രാജ 71 വയസ്സ്. ഒന്ന് നോക്കൂ, 50 വയസ്സ് എന്ന ബോർഡർ ഇതുവരെ കടന്നിട്ടില്ല. അത്രത്തോളം പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരെയാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ഏതായാലും ഇനി ഇന്ത്യ മഹാരാജ്യം പൊടി പൊടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.